ഹലോ, വല്ലതും കഴിച്ചാ? പേടിക്കണ്ട, ഇവിടെ അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, നല്ല ചോറുണ്ട്. വിളമ്പട്ടെ? എന്നാ പിടിച്ചോ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊട്ടപ്പുള്ളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചു, കരിമീൻ വറുത്തു, ചെമ്മീൻ വെച്ചു മച്ചാനേ. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്. ഞാൻ വാ മച്ചുനൻ, മച്ചുനനേ, മച്ചുനനേ. ഹലോ, എന്താ ഇവിടെ കേറാത്തെ? എന്താ ഇത് കമ്പം? ഇവിടെ കംപ്ലീറ്റ് ചവിട്ടിയിട്ട് കൊളാക്കി. മുതലാളി വന്നാ ചീത്ത പറയും. ആ, റമോയെ കാണുന്നില്ല. എന്നെ കാണുന്നുണ്ടോ? ഉണ്ട്, ഉണ്ടല്ലോ. പിന്നെന്താ റമോനെ കാണാത്തെ? പക്ഷേ അതല്ലാന്ന്, റമോയെ ഇവിടെ എങ്ങും കാണുന്നില്ലാന്ന്. എവിടെ പോയി? കണ്ടായിരുന്നു ഇന്ന്? ഞാൻ കണ്ടില്ല. അയ്യോ, അപ്പം മുങ്ങിയതാണോ? ഉറപ്പാണ്. മുങ്ങിയാ? ആ. അയ്യോ, എനിക്കൊരു 2000 രൂപ തരാനുണ്ട്. അയ്യോ, എന്നോട് എന്താ പറഞ്ഞിട്ട് പോയെന്നറിയോ? ഇന്ന് ഇവിടെ ഒരു സർപ്രൈസ് നടക്കാൻ പോവാണ്. നമ്മളോട് എല്ലാരോടും റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ ആരോ ഒരാള് ഭയങ്കര ഭാഗ്യശാലി ആവാൻ പോവാണെന്ന് പറഞ്ഞിട്ടാ പോയത്. ആര്? റമോ അല്ലേ പറഞ്ഞേ? ആ. കണക്കായി. ഇന്ന് ഏപ്രിൽ ഫുൾ ആയിട്ട് പറ്റാണോ? ഇന്ന് ഏപ്രിൽ ഫൂൾ അല്ല, പക്ഷെ ഇന്ന് ചിരിദിനമാണ്. ഈ ചിരിദിനത്തിന് എന്ത് സർപ്രൈസ് തരാനാണ്? ചിരുദിനത്തിന് എന്ത് സർപ്രൈസാ? ചിരുദിനത്തിന് എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. പക്ഷെ എന്നാ? ആ, എന്റെ അച്ഛൻ നമ്മളെ വിട്ടു പോയ ദിവസം അന്നാ. ആണോ? എങ്ങോട്ട് പോയി? പട്ടായക്ക് ടൂറിന് മരിച്ചു പോയ ദിവസാന്ന്. അയ്യോ, ആണോ? ആ, എന്റെ അച്ഛൻ പറഞ്ഞ ഭയങ്കര ധൈര്യശാലിയൻ. ആ, ഒന്ന് പറഞ്ഞ 2 വട്ട. ഛേ, എന്നാ പിന്നെ ഒന്നും പറയാതിരുന്നാ പോരെ, ഒരു വെട്ടൊഴിയാക്കൂടെ? അങ്ങനെയല്ല, ആ. ധൈര്യശാലിയൻ. ആ, ധൈര്യശാലി. രാത്രി എന്നൊന്നും പറഞ്ഞ ഒരു പേടിയില്ല, ഊരുരുട്ടിൽ ഒരു പേടിയില്ല. ഒരു ദിവസം അറിയോ, രാത്രി ഒരു 2:30 മണി, വാതിലിനൊരു മുട്ട. മുട്ടയോ? ആ മുട്ടയല്ല, 2 മുട്ട. മുട്ട്. അച്ഛന് ഭയങ്കര ധൈര്യല്ലേ, നമ്മളൊക്കെ പേടിച്ച് വിറക്ക. അച്ഛനപ്പോ ഒരു വടിയെടുത്തൊരു ടോർച്ച് എടുത്തിട്ട് മെല്ലെ പുറത്തിറങ്ങി. ഊരുരുട്ടാണേ. പുറത്തിറങ്ങി ഇങ്ങനെ നോക്കി, ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് 6 മാസമുള്ള കൊച്ച്, ഏട്ടന്റെ കൊച്ച് എന്ന് ചോദിച്ചത്. അപ്പൊ തന്നെ വീണു. അതിനുശേഷം ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പേടിച്ചിട്ടായിരിക്കും. പേടിച്ചിട്ടല്ലാന്ന്, ഒരു ഭാഗം തടർന്ന് കിടപ്പിലല്ലേ, പിന്നെ എങ്ങനെ പുറത്തിറങ്ങിയ? അങ്ങനെ കുറെ കിടന്ന് ഒരു ദിവസം അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ച ദിവസം ചിരിദിനായിരുന്നു. അറിയോന്ന്, ആൾക്കാർ വന്ന് അച്ഛനെ കണ്ട് ചിരിച്ച് 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 ചിരിച്ച്. നമ്മളൊക്കെ ഏതാ ചിരിയെന്നറിയോ? അച്ഛന്റെ ശവം കണ്ടിട്ട്. ഫാമിലിയാണ് എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഫാമിലി ഭയങ്കര സ്ട്രിക്റ്റാ. അച്ഛൻ ഭയങ്കര കർക്കശക്കാരനാ. സർക്കസുകാരനാ? സർക്കസുകാരനല്ല, കർക്കശക്കാരൻ. ആ, ഞങ്ങള് ഭയങ്കര പട്ടാള ചിട്ടയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാ. അച്ഛനെ കണ്ട അപ്പ അവിടെ മൂത്രം ഒഴിക്കും. അപ്പൊ അവിടെ ബാത്റൂം ഒന്നുമില്ലേ? അങ്ങനെയല്ല, പേടിച്ചിട്ട് മൂത്രം ഒഴിക്കുന്നു. അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനല്ലേ. അമ്മ പോലും അച്ഛനോട് എത്ര വർഷമായിട്ട് മിണ്ടാണ്ടിരിക്കാന്നറിയോ? അതെ. അമ്മേന്റെ പേരെന്നാ? ഉമ. സംസാരിക്കത്തല്ലേ? ഊമാന്നിടണം. ഒരു കണക്കിന് ജെനി പറഞ്ഞത് അക്ഷരം പ്രതി ഞാൻ 100% അംഗീകരിക്കുന്നു. അതാണ്, നമ്മൾ രണ്ടുപേരെ അവസ്ഥ ഒരേപോലെയാണ്. ജെനിയുടെ അമ്മ അച്ഛനെ പേടിച്ച് ജീവിക്കുന്നു, അതുപോലെയാണ് ഞാനും. ഞാനിവിടെ എന്റെ ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നു. അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടുപേരും ഒരേപോലെ അല്ലേ? ബേബിച്ചന്റെ അച്ഛനും കർക്കശക്കാരനായിരുന്നോ? എന്റെ അച്ഛൻ കറവക്കാരനല്ലായിരുന്നു. കർക്കശക്കാരനാണോന്നാ ഉദ്ദേശിച്ചത്? അല്ലല്ല, വെറും പാവം. നമ്മൾ ക്രിക്കറ്റ് കുത്തിയാപുരെ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. ബേബിച്ചനെ പോലെ തന്നെ. അതെ അതെ അതെ. ഇത്രയും ഐശ്വര്യമുള്ള ഒരു ഭാര്യയെ കിട്ടിയില്ലേ ബേബിച്ചന്? അവള് കാലെടുത്ത് വെച്ച അന്നാണ് എന്റെ അമ്മ മരിച്ചു പോയത്. അത്രക്ക് ഐശ്വര്യം അവക്ക്. ഒരു വിധത്തിലാ ഞാൻ അറിയാവോ. ഈ ചാരുന്ന പരിപാടിയൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. ഒരു വിധത്തിലാണ് ഞാൻ കഴിഞ്ഞു കൂടുന്നത്. എന്താ അവിടുത്തെ പോലെ ചാരാത്ത? ഇതിന് ഇത് മതി. ബേബിച്ച, ഞാൻ നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ് നാക്കം കിട്ടതേ ഉള്ളൂ. എന്നാ കേട്ടില്ലായിരുന്നോ?
എന്നെ പറ്റി എന്തൊക്കെയോ അനാവശ്യങ്ങൾ ഇവിടെ പറയുന്നത് ഞാൻ അവിടെ നിന്ന് കേട്ടു. നീ കാലെടുത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ നേട്ടങ്ങളെ കുറിച്ച് പറയുമായിരുന്നു നമുക്ക്. അതെ അതെ, കാലെടുത്ത് വെച്ച ഉടനെ അമ്മ പോയ കാര്യമൊക്കെ പറഞ്ഞു. കണ്ട് എന്നെ പറ്റി കുറ്റോ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഇല്ല, കുറ്റമല്ല പറഞ്ഞത്. ഇല്ല ജെനിക്ക് അറിയോ ഞാൻ ഈ ബേബിച്ചനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ അതിന്റെ ഫീലിംഗ് ഒന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോടി. നിങ്ങൾക്കറിയോ എല്ലാ ദിവസവും ഞാൻ ബേബിച്ചനെ പറ്റി പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുണ്ടായിരുന്നു. നീ എന്നത് പ്രാർത്ഥിക്കുന്നു? ഇനി വരുന്ന 7 ജന്മത്തിലും ഈ ബേബിച്ചൻ തന്നെ ആയിരിക്കണം എന്റെ ഭർത്താവെന്നോ. കണ്ടോ, നീ പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. എങ്ങനെ? നീ പറഞ്ഞ 7ാമത്തെ ജന്മമല്ലേ, ആ 7ാമത്തെ ജന്മം ഈ ജന്മം ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതെ, ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിയത് മതി. ഇന്ന് ചിരി ദിനമല്ലേ, ഇന്നത്തെ ദിവസം നമുക്ക് റെമോ ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട്. അയ്യോ ശരിയാ, എന്നോടും എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാ പുള്ളി പോയി. അങ്ങനെ പറഞ്ഞിട്ട് കഥയുണ്ടോ? ഈ റമോ ഇവിടെ ഇല്ലല്ലോ, അവൻ വന്നാലല്ലേ എന്താ സംഭവം നമുക്ക് അറിയാൻ പറ്റുമോ. ആരെങ്കിലും ഒന്ന് വിളിച്ച് ഫോണുണ്ടെങ്കിൽ എടുത്ത് വിളിച്ചടാ. വിളിച്ചേ കേട്ടോ കേട്ടോടി. തോള് എപ്പോഴും തോള് മാറിപ്പോ. കിട്ടുന്നുണ്ടോ? ഹലോ ഹലോ റമോ. റമോ, നീ എവിടെയാടോ? ഞാൻ മാളിലോട്ട് വന്നോണ്ടിരിക്കുക. നീയല്ലേ വലിയ സർപ്രൈസ് തരാന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യല്ലേ? അങ്ങോട്ട് വരുവാന്ന്, സംഭവം വരട്ടെ. നല്ലൊരു അവതാരമായിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അവതാരമായിട്ട് വരുന്നത്. കണ്ടാരും ഞെട്ടരുത്. കണ്ടാൽ ആരും ഞെട്ടരുത്. ഓക്കെ ഓക്കെ, നീ വേഗം വാ. കൊണ്ടുവരട്ടെ, എന്നിട്ടല്ലേ ഞെട്ടുന്നത്. ഭയങ്കര സംഭവമായിരിക്കും. അന്ന് കഴിഞ്ഞറിയാം. ഇപ്പൊ വരുമായിരിക്കും അല്ലേ? ആ. എത്തിയോ? ഇത് അവതാരല്ലോ, അപരാധല്ലേ? ഇവിടെ ഒരു കാര്യം ഉത്തരവാദിത്തമായിട്ട് ഏറ്റാല് അത് കറക്റ്റ് ആയിട്ട് വന്ന് ചെയ്യണ്ടേ? അതൊക്കെ ചെയ്യും. പറഞ്ഞ സംഭവം കൊണ്ടുവന്നിട്ടോ. ഉണ്ടോന്നോ? അച്ചായൻ കണ്ടാ ഞെട്ടും. മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ആ മൂർത്തിയുടെ പേര് അവതാരമെന്നാ. കാണ്. സൂപ്പർ. ഇത് കലക്കോട്ടോ, അടിപൊളി. ഈ അവതാരം കറക്റ്റ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞില്ലേ ഇതുവരെ അല്ലേ? ഈ നിൽക്കുന്ന സാധനത്തെ ആര് ചിരിപ്പിക്കുന്നു അവർക്ക് 5000 രൂപ പ്രൈസ് തരും. എന്താ പാട്? അങ്ങനെ ചിരിക്കത്തില്ല. അതിന്റെ ദേഹത്തോട് ഒന്നും ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു ചിരിപ്പിക്കണം. മത്സരം തയ്യാറാണെങ്കിൽ 5000 രൂപ ഈ റമോ തരും. അപ്പൊ ആദ്യം ആരാണ് ചിരിപ്പിക്കാൻ പോകുന്നത്? ഞാൻ ചിരിപ്പിക്കാം. ശരി, എന്നാ ഉത്തമൻ. ചിരിക്കടേ. ഇല്ല, കഴിഞ്ഞോ? ഞാൻ കൊഞ്ഞണം കാണിച്ചിരിക്കാം. അയ്യോ അതെ ജെനി, പ്രത്യേകം അങ്ങനെ കാണിക്കണമെന്നില്ല. ഈ കോലം കണ്ടാൽ തന്നെ ഇങ്ങനെ ചിരിച്ചോളും പുള്ളി. നിസ്സാര സമയം കൊണ്ട് ഇതിനെ ഞാൻ ചിരിപ്പിച്ചു തരാം. 5000 രൂപയുടെ കാര്യം ഞാൻ തരും. മറക്കരുത്. 5000 രൂപ തരും. പിന്നെ അതെ, ഒരു കഥ രൂപേണ ഞാൻ അവതരിപ്പിക്കാൻ പോകും. ഒരു പയ്യൻ ഇന്റർവ്യൂവിന് പോകാൻ പോവുകയാണ്. ഇപ്പോഴേ ചിരി വരുന്നുണ്ട്. മിഠായിക്ക് ഇപ്പൊ ചിരിക്കരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ എന്റെ ക്ലൈമാക്സ് ആകുമ്പോൾ 6 തൊട്ട ചിരിയെ ചിരിക്കാവുള്ളൂ കേട്ടോ. ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നു പയ്യൻ. പോകാനായിട്ട് സമയപ്പോൾ ഇവന് കുളിക്കാൻ നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളമില്ല. ഇവനാകെ ടെൻഷൻ അടിച്ച് അവിടെ നിന്ന് ഒരു ടെൻഷൻ അടിച്ച് ഞാൻ എന്ത് ചെയ്യും? കുളിക്കാൻ വെള്ളം വേണമല്ലോ. കിണറ്റിൽ പോയി കോരാൻ നോക്കിയപ്പോൾ അവിടെ കപ്പിയില്ല, തൊട്ടിയില്ല, ഒന്നുമില്ല. ഈ സാധനങ്ങളൊന്നുമില്ല. ഇവൻ എന്ത് ചെയ്തു? അവിടെയാണ് കോമഡി വരാൻ പോകുന്നത്. അപ്പൊ നോക്കിയപ്പോൾ ഈ കിണറ്റിലും വെള്ളമില്ലാതെ ഇങ്ങനെ ബണ്ടടിച്ചിരിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഹരിമുരളീരവം എന്ന് പറഞ്ഞ പാട്ട് അങ്ങോട്ട് നിന്ന് പാടി ഈ പാട്ട് അങ്ങോട്ട് ഇവനെ എന്താണ് ഒരു കുളമാക്കി കളഞ്ഞു. ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവുമായിട്ട് ആ കുളത്തിൽ ചാടി ഒറ്റ കുളിയായിരുന്നു. കഴിഞ്ഞോ? നിനക്കൊന്ന് ചിരിച്ചാൽ ഞാൻ നിന്റെ വായിക്കാത്ത വെച്ചിരിക്കുക. ഇത്ര ഹാസ്യപ്പെടുത്തിട്ട് ചുമ്മാ ചിരിക്കാൻ പറ്റില്ല നിനക്ക്. അതൊക്കെ വളിപ്പാട് തോന്നണത്. അതെ,
ഇവിടെ ഒരു മത്സരം നടക്കുകയാണേ. ഇതിനെ ചിരിപ്പിക്കാൻ 5000 രൂപ തരാന്ന് റമ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു. ഞാൻ 3-4 നല്ല ഹാസ്യം പറഞ്ഞിട്ട് ചിരിക്കുന്നില്ല. ഇതിനെ ചിരിപ്പിച്ച 5000 രൂപയോ? അത് ചിരിക്കുന്നു. അയ്യോ, ചിരിക്കുന്നെ. അത് എന്നെ 5000 കളഞ്ഞു. നീ വന്നേ. ഇതിനെന്തിനാ ചിരിച്ച? എന്താ സംഭവം? എന്നാ അയ്യോ എന്താ ചിരിച്ച സംഭവം എന്നാന്നറിയോ? ഇത്രയും കാണാൻ സൗന്ദര്യമുള്ള പെണ്ണിന് ഈ ആണിന്റെ ശബ്ദം എങ്ങനെ കിട്ടിയത് ആലോചിച്ച് ചിരിച്ചാണെന്ന്. എനിക്കൊരു ഇടം വരെ പോവാനുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്. ഉണ്ടോ? കേട്ടോ? ആ, ഓക്കേ. ഓക്കേ, കാണാം. ഈ ഒച്ച ഇല്ലാത്തൊക്കെ വെച്ച് എങ്ങനെയാണോ മീറ്റിംഗ് ചെയ്യാൻ? ശരിയാണ്. ആ, ready. Bye, bye, bye. മേഡം ആ, മേഡം അത് അണിമേടത്ത് അച്ചാൻ വിളിക്കുന്നു. ബേബിച്ചായ വിളിക്കുന്നു. ഞാൻ കേട്ടില്ലല്ലോ. നീ എവിടെ അങ്ങോട്ട് ചെല്ലുന്നേ? വിളിച്ചോ? വിളിക്കുന്നേ ചെല്ലുന്ന ഇപ്പൊ വരാവേ. 10-20 വേണമായിരിക്കും. ചെല്ല്. ഓ ഇപ്പൊ വരാട്ടോ. രാവിലെ കൈ കയറി പിടിച്ചൊരു കേസില്ലേ? നമ്മുടെ ആ അലവലാതി അമേരിക്കക്കാരന്റെ കേസ്. ആ ആ, ആ. അതിന് ഗുമസംബന്ധമുണ്ട്. ആണോ? അവര് ഫുൾ സെറ്റ് ആണോ? ഫുൾ സെറ്റാ. എല്ലാം പറഞ്ഞ് റെഡിയാക്കിയോ അവര്? റെഡിയാക്കി വെച്ചിരിക്കും. ഇത്ര പെട്ടെന്നോ? ആ. മറ്റേ ചിക്കനിന്റെ കേസ് എല്ലാം പറഞ്ഞോ? ഓക്കെ ഒന്ന് വന്നിട്ടുണ്ടോ? ഉണ്ട് ഇത്. നമസ്കാരം, നമസ്കാരം. അതെ, എന്താ കാര്യങ്ങൾ എന്തായി? ഞാൻ മറ്റേ കേസിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. ആ, ആ. പുള്ളിക്ക് നാളെ അമേരിക്കയിലേക്ക് പോകണം. അതുകൊണ്ട് കാരണം പുള്ളിയുടെ ഭാര്യക്ക് അവിടെ സെറ്റിൽഡ് ആണ്. ആ. അപ്പൊ ഞാൻ പറഞ്ഞു അമേരിക്ക പോകാൻ പറ്റില്ല, കാരണം പുള്ളി ഇപ്പൊ പീഡന കേസിലെ പ്രതിയാണല്ലോ. പിന്നല്ലാതെ. പുള്ളി ആകെ പേടിച്ചു വരണ്ട് വർഷമതനായി പോയി. കേൾട്ടെ. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം, പകരം ഒരു പ്രതിയെ ഇവിടെ കിട്ടണം. ഓക്കെ ആണല്ലേ? ആ, ഇത് അവരുടെ കാര്യം. ഓക്കെ. അപ്പൊ നമ്മുടെ വക്കീൽ ഒരു പ്രതിയെ കൊണ്ടുവരും. അപ്പൊ പ്രതിയെ കൊണ്ടുവരുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി ഇതാണ് പ്രതി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പുള്ളി ഈ പ്രതിക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. പ്രതിക്ക് എത്ര? അതെന്താ നമ്മൾ അറിയേണ്ട കാര്യമല്ല. നമുക്ക് എത്ര കിട്ടും? അതെ. ഞാനൊരു 1 ലക്ഷം മേടിച്ചെന്നാലാ? തനിക്ക് കണ്ണ് കണ്ടുകൂടെ? അതെ. എടാ ഈ നിൽക്കുന്ന മുതലിന് ഒറ്റ നോട്ടത്തിൽ കിട്ടും 10 ലക്ഷം രൂപ, പിന്നെ 1 ലക്ഷം രൂപ. രമ. അല്ലല്ല, കിടക്കട്ടെ. അങ്ങനെയാണ് ഞാൻ ഒരു പണിയാം. ആ. 10 ലക്ഷം രൂപ മേടിച്ചരാം. അപ്പൊ നമ്മൾ ഇവിടെ കാരണം ഒരു ഡ്രാമ കളിക്കണം. അതായത് ഒരു കള്ളപ്രതിനെ കൊണ്ടുവരാനുള്ള അതെ, അതെ. അപ്പൊ പീഡിപ്പിച്ചത് ഈ പ്രതിയാണെന്ന് പറയണം. ഈ കേസ് വാദിക്കുന്ന ആരെന്നറിയാവാ? അഡ്വക്കേറ്റ് സത്യപ്രതാപൻ. അയ്യോ. ആ. സാറ് പ്രതിയായിട്ട് വരുന്നതിന് മുമ്പേ ആ. കേസിനെ കുറിച്ചൊന്ന് ശരിക്കും ഒന്ന് പഠിക്കണം. നമ്മൾ പഠിക്കാനുണ്ടല്ലേ? പഠിക്കാതെ പപ്പ പഠിച്ചിട്ട് കാര്യമല്ലോ. അയ്യോ, ഇല്ലില്ല. ഈ രാമൻ കൊളാകും. ആ, അതെ. ഒരു 10-15 ആയാലും കുഴപ്പമില്ല കേട്ടോ. രാമല്ലേ രമോ എന്നാ ഓക്കെ പേര്. ഓക്കെ. പേടിക്കണ്ട. അല്ല അത് ഊരി തരണം. അത് ഊരി തരാം. അമേരിക്ക പോണ്ട കേസാണ്. അത് മതി. ഊരി തന്നെ പറഞ്ഞാൽ കുടത്തി കാലുപോയ കേസല്ല വലിച്ചിങ്ങോട്ട് ഊരാൻ. അല്ല, മനസ്സിലായില്ലേ? പീഡനത്തെ ഇന്ത്യക്ക് സംഭവം ഒന്ന് ഊരി തന്നാ അല്ല, മതി. ഇത് മോഷണാണെങ്കിൽ ഞാൻ ഏറ്റേനെ, കൊലപാതകമാണെങ്കിൽ ഞാൻ ഏറ്റേനെ. ഇതിപ്പോ പീഡനാണ്. അതും ഇതുപോലെ നേക്കങ്ങ് കേൾക്കാൻ പറ്റിയല്ല. IPC 312, 346, 300 വകുപ്പ് ഇതിലൊക്കെ പെടുത്തിക്കൊണ്ടത് ഭയങ്കര ശിക്ഷ കിട്ടുന്ന കേസാണ്. സത്യത്തിൽ ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ പീഡിപ്പിച്ചിട്ടില്ല. സത്യത്തിൽ അവര് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കേസ് കൊടുത്തേക്കണം, ഞാൻ ഒഴിവാകണം. എന്താ സത്യാവസ്ഥ അറിയാമോ? ഒരു മോളെ പോലെ കരുതിയാ ഞാൻ കയ്യെ കയറി പിടിച്ചേന്. മോളെ പോലെ കരുതിയാണോ വട്ടം കയറി പിടിച്ചത്? എന്റെ വൈഫ് കുഞ്ഞുമോളെ പോലെ കരുതിയാ ഞാൻ കയ്യെ കയറി പിടിച്ചത്. അത് ശരി. കാണുന്ന പെണ്ണുങ്ങളൊക്കെ ഭാര്യയെന്ന് കരുതി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? അല്ല അതല്ല, എനിക്ക് ഈ അമേരിക്ക പോണ്ട കുഞ്ഞുമോൾ അറിഞ്ഞ വിഷയമാവും. സാറേ ഞാൻ ഊരിത്തരാന്ന് പറഞ്ഞില്ലേ, സാറ് ടെൻഷൻ ആവല്ലേ? കുട്ടികളൊക്കെ എങ്ങനെ? അയ്യോ, കുട്ടികളുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. കാരണം കുട്ടികളെന്ന് പറഞ്ഞാലുണ്ടോ 5 എണ്ണം അമേരിക്കൻ കൾച്ചറാണ്. എന്നുവെച്ചാ അമേരിക്കൻ കൾച്ചർ എന്ന് വെച്ചാൽ 5 എണ്ണം നല്ല വെളുവിള, സായിപ്പിനെ പോലെ വെളുവിള വെളുക്കുന്നു. ഒരു ജാതി പൂച്ചയുടെ കണ്ണും സായിപ്പിന്റെ മുഖച്ചായി. അല്ല, സാറിന്റെ കുട്ടികളല്ലേ? അതെ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാഹിബിനെ പോലെ ഇരിക്കണം. ആ ഓക്കെ, ഞാൻ അത് കുഞ്ഞുമോളോട് ചോദിച്ചു. എന്താ കുഞ്ഞുമോളെ ഇത് നാട്ടിൽ ചെന്ന വിരോധാഭാസമല്ലേ, എന്താ ഈ സായിപ്പ് പിള്ളാരെ? അപ്പൊ കുഞ്ഞുമോളാണ് പറഞ്ഞത്, അച്ഛായി അത് അമേരിക്കൻ കൾച്ചർ ജനിക്കുന്ന കുട്ടികളെല്ലാം സായിപ്പിന്റെ മുഖച്ചായി ആയിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ കറക്റ്റാ. കാരണം നാട്ടിൽ ഞാൻ കൂത്താട്ടുള്ളതാണല്ലോ. കൂത്താട്ടുള്ളത് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ രമണിയുടെ മൂത്ത് ചെറുക്കന് എന്റെ മുഖച്ചായ. അപ്പൊ കൾച്ചർ ഓക്കെ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ അമേരിക്കയിൽ ഒരു കൾച്ചർ, കേരളത്തിൽ ഒരു കൾച്ചർ. കൾച്ചറില്ലാത്ത ആളാ സാറ്. അല്ല അങ്ങനെ കൾച്ചർ ഇല്ലാത്തല്ല. ആക്ച്വലി അമേരിക്ക എനിക്ക് 5 കൾച്ചർ ഇല്ല, പക്ഷെ കേരളത്തിൽ ഒരു കൾച്ചർ ഉണ്ട്. എന്താ ടെൻഷൻ? ഞാൻ ഊരിത്തരാം. എന്താ എവിടെ പോയി കിടക്കരുന്നത്? ഞാൻ ഇയാളെ കൊണ്ട് വരണ്ട് അടിച്ച് ഏൽപ്പിച്ചിരിക്കുക. ഞാൻ ആ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു പ്രതിയെ കാണിച്ചു കൊടുത്താൽ മതി, അവർ പീഡന കേസിൽ പ്രതിയെന്ന് പറഞ്ഞോളും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. എന്താണ്? അവർക്ക് നഷ്ടപരിഹാരമായിട്ട് ഒരു 10 ലക്ഷം കൊടുക്കണം. 5 കൊടുക്കണം? 10 കൊടുക്കണം. 5 കൊടുക്കണം? അവര് സമ്മതിക്കല്ല, 10 വാശി പിടിച്ച് നിൽക്കണം. ആണാ? ഒന്ന് പറ സാറേ. അപ്പൊ അവര് 15 ലക്ഷം രൂപ കൊടുക്കണമെന്നാ പറയണത്. അല്ല, അവര് പറയണ 15 ലക്ഷം രൂപ കൊടുക്കണമെന്നുള്ള കുട്ടി പറയുന്നു. അല്ലെങ്കിൽ ഊരാൻ പറ്റിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ ബാധിക്കുന്ന നീ പറയണത്? അതൊക്കെ ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചോളാം. പൊക്കല്ലേ
പൊക്കല്ലേ. തുണി മാറ്റാ, തുണി മാറ്റിയാ വൃത്തികേടാ. നിന്നെന്ന് ഞാൻ വൃത്തികേടാക്കും. തുണി മാറ്റാ. ആരാ ആരാന്നാ നിന്റെ വർക്കി. എടാ, നീ എന്നെ കാണാണ്ട് ഒളിച്ചു നടക്കാണല്ലേ? അല്ല അല്ല അല്ലയോ? അല്ല. എന്റെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ നിന്നെ കണ്ടില്ല. അവിടെ ഇല്ലായിരുന്നു. നേരെ ഞാൻ കോടതി ചെന്ന്. എന്ത് കാര്യത്തിന്? നീ വക്കീലല്ലേ? ശരിയാ, ഞാൻ കോടതി. ആ, അവിടെ ചെന്നപ്പോ നിന്നെ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ചായ കുടിക്കാൻ അങ്ങനെ വന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന് നോക്കിയപ്പോ ഓക്കെയാണ്. ഇവിടെ വന്ന് ഒളിച്ചിരിക്കാനല്ലേ? അല്ല, ഒളിച്ചിരിക്കണല്ല. എന്റെ വാടക കാശ് 15,000 രൂപ 3 മാസത്തെ വാടക ഇപ്പൊ തരാണ്ട് നിന്നെ ഞാൻ വിടൂല. തരാം, പൈസ ഞാൻ മേടിക്കും. തരാന്ന്. ഇല്ലെങ്കിൽ ഞാൻ ഈ കോട്ടൂർ താനാരാ? നീ ആരാ? ഞാൻ ഗുമസ്തൻ. എന്ത് പേരാ? ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പേരിടും? കുമസ്തനാ? അല്ല, ഗുമസ്തൻ എന്ന് പറഞ്ഞാൽ കോടതിയില. കോടതിയില. മാറാം സ്വന്തം. കോട്ടയം വിട്. കോട്ടയം വിടൂല. കോട്ടയം വിടാൻ. കോട്ടയം നീ ഇനി കോടതി കയറില്ല. കോട്ടയം വിടെ. കോട്ട എനിക്ക് വേണം. കോട്ട കയറും. 15,000 രൂപ കോട്ട. എനിക്ക് വാദോളാണെന്ന്. നിനക്ക് വാദം പിത്തവും ഒക്കെ ഇറക്കി തരാം. അതല്ല, കേസിന്റെ വാദോളാണ്. കേസിന്റെ വാദം ഒന്ന് മാറ്റിക്കണ്ടോ? ഇതൊക്കെ ഇവിടെ കൊണ്ട് ഉണക്കണം. ഉണക്കില്ല. നിങ്ങൾക്കൊരു കോട്ടല്ലേ വേണ്ടത്? ഇത് കൊണ്ടുപോ. എന്റെ പൊന്നു സുഹൃത്ത് എന്റെ ജീവിതം വിട്ട് കയ്യാങ്കളി കളിച്ചു. അതുകൊണ്ടാണ്. നിങ്ങൾ പോയെ. ഇത് കേസ് വേറെയാണ്. നിങ്ങൾക്കറിയാവാ? എന്റെ വാടക, എന്റെ മാളിക പോലത്തെ വാടക വീട് 5,000 രൂപ ഞാൻ വാടക കൊടുത്തു. 2 മുറി ഒരു അടുക്കളയിലേ ഉള്ളൂ, ഡോറും ഇല്ല. അതാണോ മാളിക? അവരുടെ വീട്ടുപേര് മാളിക. ഞാൻ എന്നിട്ട് ലോഡ്ജിൽ 2,500 രൂപ താമസിക്കുക. അറിയാമോ? ഇപ്പൊ 2,500 രൂപ കൊടുത്തില്ലെങ്കിൽ എന്നെ അവിടെ ഇറക്കി വിടും. അങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വന്ന് താമസിക്കും. എനിക്കൊരു 3,000 രൂപ തന്നാ മതി. പോയിന്റ് കൂടുതലല്ലേ? അല്ല, കുഴപ്പമില്ല. 3000 അല്ല, അത് എന്നാലും നല്ലൊരു ഐഡിയ ഉണ്ടോ പറഞ്ഞു. ചെന്ന് താമസിച്ചു കൂടെ. ഇവിടെ എന്റെ വീട്ടിൽ ഞാൻ പോയി വാടക താമസിക്കുന്നതിനാ. അത് സാരമില്ല. അത് അർത്ഥമുള്ളത്. ഈ തണ്ടി ഏതാ? അമേരിക്കക്കാരനാ. അമേരിക്കക്കാരാണോ? സോറി. ഹലോ. സാറിനെ പോലെ ഇത്രയും ഒരു മാന്യനായ ഒരു വ്യക്തി ഇയാളൊന്നുമായിട്ട് ഇവനുമായിട്ട് ഒരു കണക്ഷനും ഇപ്പൊ കുറച്ച് സമയമുള്ളൂ ഞാൻ ബന്ധപ്പെട്ടു. കുറച്ച് നിങ്ങളൊക്കെ സമയം. വില പോകും. നിങ്ങൾ എനിക്കറിയില്ല മനസ്സിലായി. അമേരിക്ക കിടന്നുണ്ട് കേട്ടാ. അവിടെ എന്താ അമേരിക്കയിൽ നിന്ന് വർക്ക് എന്താ? ഞാൻ ഈ അല്ലറ ചില്ലറ പീഡന കേസിലെ പ്രതിയാ. ചെറുതായിട്ട് ഒറ്റ പ്രായം. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്. ഇതെന്നെ കാണിക്കണം. ഇത് മൂർച്ച കൂട്ടണത് എന്തിന്? ഇവനോരിൽ നിന്ന് കൊടുത്തിട്ട കാര്യം കൊടുക്കുന്നു. ആ, സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ദൈവമാണ്. ഇത് നീ പേടിപ്പിക്കുന്നു കേട്ടാ. ഞാൻ കാശ് തരാം. എന്റെ 15,000 രൂപ തരാം. തരണം. തരാം, കാശ് തരാം. തരണം. തരാന്ന്. അതെ, നമുക്ക് വേണ്ട ഒരു പ്രതിനെയാണ്. അതെ. അയാൾക്ക് വേണ്ടത് പൈസ. അതെ. അങ്ങനെയാണ് ഈ പുള്ളിനെ പ്രതിയാക്കിയാലോ? അയാൾ സമ്മതിക്കൂല. പുള്ളിക്ക് കാശിന് ആവശ്യമുള്ള ആളല്ലേ? അതെ. അപ്പൊ പുള്ളി സമ്മതിക്കും. സമ്മതിക്കോ? പിന്നെ സമ്മതിക്കാണ്ടിരിക്കും. ചോദിക്കും. വർക്കി, നീ വന്നേ. പൈസ അല്ല, പൈസ തരാം. പൈസ കൂടുതൽ കാശ് തരാം. അതായത് ആ നിൽക്കണം പുള്ളിക്കാരനുണ്ടല്ലോ. വേണ്ട. ഈ പാർലറിലെ പെൺകുട്ടീനെ പീഡിപ്പിച്ചതാണ് കേസ്. അപ്പൊ ഇപ്പൊ ഒരു പ്രതിയില്ല. പുള്ളിക്ക് നാളെ അമേരിക്കയ്ക്ക് പോകണം. അപ്പൊ പ്രതി ആകുന്ന ആൾക്ക് പുള്ളി 10 ലക്ഷം രൂപ കൊടുക്കും. ഒരു പ്രതിനെ ഒപ്പിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപ ഞാൻ കമ്മീഷൻ തരാം. ആളുണ്ട്. 10 ലക്ഷം രൂപ കൊടുക്കും. 10 ലക്ഷം പിന്നെ കേസിൽ ഞാൻ ഊരി കൊടുക്കുകയും ചെയ്യും. ഞാൻ ഊരും. ഞാൻ വിളിച്ച് ശരിയാവില്ല. എടുക്കില്ല. ഞാൻ വിളിക്കാം. നമ്പരോട് 94412122019. ഞാൻ പറയണ പോലെ പറ. വിളി. വിളിക്കണ്ടാ. ആ വിളി. പീഡനം പറയണ്ട. ഇവിടെ ആള് വന്നിട്ട് പറഞ്ഞാൽ മതി. ഹലോ. അതെ, ഞാൻ മറ്റേ അഡ്വക്കേറ്റ് സത്യപ്രതാപന്റെ ഗുമസ്തനാണ്. അതെ. ഒരു ചെറിയ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. എവിടെയാന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഞാൻ ഇവിടെ ഉണ്ട്. തിരിഞ്ഞു നോക്ക്. എവിടെ? ഇങ്ങോട്ട്. എവിടെ? ഇതെന്തിനാ നിങ്ങളെ ഞങ്ങളെ വിളിച്ചാൽ പോരാ, പിന്നെ എന്തിനാ ഫോണിൽ വിളിപ്പിച്ച? എനിക്ക് ഈ വിളിക്കാത്ത കല്യാണത്തിന് പോകണ ഇഷ്ടമല്ല. വിളിക്കണേ. സിമ്പിൾ കേസാണ്. ഏറ്റു കഴിഞ്ഞാൽ ഞാൻ ഊരും. ഊരുങ്ങി ഞാൻ സാറേ എനിക്കതൊന്നും അപ്പോഴേ കോടതിയിൽ പോയിട്ട് ജഡ്ജി ചോദിക്കണ കാര്യങ്ങൾ അതുപോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. കോടതിയിൽ പോയിട്ടില്ല ഇതുവരെ. എനിക്കറിയാൻ പാടില്ല കോടതി. സാറേ നിങ്ങൊന്ന് എന്താണ്? പുള്ളി കോടതിയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. പുള്ളിക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും അറിയാൻ പാടില്ല. അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കോടതി കൊണ്ടുപോയാൽ മതി. അപ്പൊ ഒരു പണി ചെയ്യാം. കോടതിയിൽ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് മതി. മനസ്സിലായില്ലേ? പ്രതിഭാഗം വക്കീൽ ചോദിക്കുമ്പോഴേ പതറരുത്. കറക്റ്റായിട്ട് പറയണം. അപ്പൊ ഇത് കോടതിയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഞാൻ വക്കീല്, പ്രതിഭാഗം വക്കീല്, പിന്നെ ഒരു ജഡ്ജി വേണമല്ലോ. ജഡ്ജി
ജഡ്ജ് ചെയ്ത്. ഞാനോ? താൻ ജഡ്ജി. കുറെ നാളെ ജഡ്ജി ഇത്ര വില കുറഞ്ഞ ആളാണ്. അല്ലല്ല പുള്ളി ജഡ്ജി. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മോശമായി പോയി. എന്താണ് അത് മോശമായി പോയി. എന്താണ്? ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഞാൻ മുടക്കിയിട്ട് എനിക്ക് ഈ സിനിമയിൽ ഒരു വേഷമില്ല. അത് ശരിയല്ല, അത് ശരിയല്ല. ഞാൻ ഇത്ര പൈസ മുടക്കി. സാറിന് അമേരിക്ക പോകണ്ടേ? ഞാൻ അമേരിക്കയിലാണ്. സാറിന് ഞാൻ ഊരിത്തരാന്ന് പറഞ്ഞേക്കല്ലേ. അപ്പൊ ഈ കൃത്യം നടന്ന സമയത്ത് ഞാൻ അമേരിക്കയിലാണ്. പിന്നെ 10 ലക്ഷം രൂപ പുള്ളി കൊടുക്കണം. അത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അത് ഞാൻ കൊടുക്കാം. അപ്പൊ സാറ് കേരളത്തിലില്ല ഈ സംഭവം നടക്കുമ്പോ സാർ അമേരിക്കയിലാണ്. അമേരിക്കൻ എന്താ ഇതാണ് അമേരിക്ക. ഇവിടെ അമേരിക്ക. സാർ അമേരിക്കയിലാണ്. ഞാൻ അങ്ങോട്ട് വരാൻ മനസ്സിലായില്ലേ? അപ്പൊ പ്രതി ഞാൻ പ്രതിഭാഗം വക്കീൽ ജഡ്ജി 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഞാൻ ഹലോ. സംഭവങ്ങൾ എന്തോ ഈ കേസ് വട്ടം പൊളിയും. അതിനാ ജഡ്ജി ഇപ്പൊ എന്റെ കൂടെ അമേരിക്കയിലേക്ക്. ഇവിടെ വന്നു. ഇവിടുത്തെ ആവശ്യമില്ലാതെ. സോറി സാർ അമേരിക്കയിലാണ്. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങള് പ്രതിക്കൂട്ടിലേക്ക് കയറി. കൂട്ടിക്കറ ഞാൻ വല്ല പട്ടിയാണല്ലോ. അല്ല, അവിടെ ഒരു കൂടുണ്ടാവും. അവിടെ കയറി ഇങ്ങനെ നിക്കണം. അതിനകത്ത് നിന്നാണ് പറയണ്ടേ? അതിനകത്ത് നിക്കണം. അതാ പറയണം. അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ഒരു ബുക്ക് തരും. ഈ ബുക്കിൽ തൊട്ടിട്ട് വായിക്കാൻ എനിക്ക് വായിക്കാൻ വായിക്കാൻ എനിക്കറിയാൻ പറ്റില്ല. നോട്ടിൽ എഴുതിയാക്കണമെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. വായിക്കേണ്ടെന്ന്. പിന്നെ ഈ ബുക്കിൽ കൈവച്ചേ. ഞാൻ പറയണ പോലെ പറയണം. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ നീ അല്ലെന്ന് ഞാൻ നീ തിരിച്ചു പറ. നീ ഇതെന്താണ് തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെയല്ലെന്ന്. പിന്നെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കോടതി മുമ്പാകെ ഞാൻ നീ ഞാൻ ഓക്കേ. സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കൈയെടുക്കും. ഇനി ഞാൻ പഠിപ്പിച്ചതിനെ നോണ അങ്ങോട്ട് വെച്ച് കീച്ചിയേക്കണം. അതെന്നാ തോന്നിവാസാണ്. എന്താ ഇത്ര നേരം സത്യം പറഞ്ഞു പറഞ്ഞിട്ട് ഇനി നുണ കാച്ചണമെന്നാ? നമ്മൾ ഈ ബുക്കിലടിച്ച് മാത്രമേ കോടതി സത്യം പറയുള്ളൂ. പിന്നെ എല്ലാം നുണയാ. ഇത് മാത്രം തൊടുമ്പോ പറഞ്ഞാൽ മതി. തൊടയുള്ളൂ. ആ, പറഞ്ഞോ. അപ്പൊ വക്കീൽ ചോദിക്കും, യുവർ ഓണർ. അതെ, ഞാനാണ് ഓണർ. എന്റെ വീടിന്റെ ഓണർ ഞാനാണ്. അതല്ലടോ, കോടതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. എന്താണ് താങ്കളുടെ പേര്? ഇത്ര നാളെ എന്റെ പുറകെ കിടന്ന് വാടക പിന്നെ തരാന്നും പറഞ്ഞ് വർക്കിന്ന് പറഞ്ഞ് പുറകെ കിടന്നിട്ട് ഇപ്പൊ പേരനാന്നാ? കൊല്ലി ഞാൻ ആ വക്കീലല്ല, ഞാൻ പ്രതിഭാ വക്കീലാണ്. ഞാൻ ചോദിക്കുന്നത് എന്താ പേര്? വർക്കി. 2018 ബുധനാഴ്ച പകൽ 12 മണിക്ക് താങ്കൾ എന്തിനാണ് ആ പാർലറിൽ പോയത്? ഞാൻ ഒരു കപ്പങ്ങ ഊത്താൻ വേണ്ടി ഇങ്ങനെ. കപ്പങ്ങ ഊത്താനാ? എടാ, പാർലറിൽ പോണെന്തിനാ? എന്തിനാ? ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ മീശ ഇത് ചെയ്യണം. അതിനല്ല അയാൾ പോയത്. അതല്ല അത് പഠിക്കുന്നത്. പിന്നെ ഞാൻ മെസ്സേജ് ചെയ്യാൻ പാറുണ്ട്. മെസ്സേജ് ചെയ്യണോ? ഫോൺ എടുത്തിട്ട് മെസ്സേജ് ചെയ്താ പോരെ? ഫോണിൽ മെസ്സേജ് ചെയ്യൂ. പിന്നെ മെസ്സേജ് ചെയ്യാം. അല്ല, ഞങ്ങളുടെ അടുത്ത് രവി ഇങ്ങനെ തലയിൽ പിടിച്ച് മെസ്സേജ് ചെയ്യൂ. മസാജ്. ഈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ താങ്കളുടെ വികാരം ഉണർന്നത്? അതെനിക്ക് ഒരാളോട് ചോദിക്കണം. ആരോട് ചോദിക്കും? ഉണർന്ന ആളോട് എനിക്ക് ചോദിക്കണം. ഓ, കേസിനെ കുറിച്ച് അറിയണം. അതെ. ഓക്കെ. അല്ല സാർ, അതൊന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. ഞാൻ അമേരിക്കൻ സാർ അമേരിക്കയിൽ പറഞ്ഞു. ഇതെങ്ങനെ സംഭവം ഉണ്ടായത്? സംഭവം ചുരുക്ക കേസേ ഉള്ളന്നേ. അതായത് ഞാൻ ഈ യൂട്യൂബിൽ രഥനിർവ്വത സിനിമ കണ്ടോണ്ടിരിക്കുക രാവിലെ. അപ്പൊ എനിക്കൊന്നും മസാജ് ചെയ്താലെന്ന് ആലോചിച്ചു. അപ്പൊ അങ്ങനെ മസാജ് ചെയ്യാൻ കയറി ആ പെൺകുച്ചി ഇങ്ങനെ മസാജ് ചെയ്തപ്പോൾ മേലെല്ലാം അവിടെ പൂത്ത് കയറി മതിമോളെന്നും പറഞ്ഞ ഒറ്റപ്പെട്ടു. അല്ലാതെ വേറെ ഒന്നുമില്ല. കൈ കയറി പിടിച്ചോളൂ. അത്രേ ഉള്ളൂ. അത്ര കേസേ ഉള്ളൂ. സാർ അമേരിക്കയ്ക്ക് പോയിക്കോളൂ. ഓക്കെ. പക്ഷേ ഈ കൈ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ പീഡനമാവുമല്ലോ. വീടിനാവൂല. അത് താൻ പൊലിപ്പിച്ച് പറയണം. കേസിൽ നിന്ന് ഞാൻ ഊരിത്തരാം. അത് ഊരിത്തരം എനിക്കറിയാലോ. ഞാനത് കേസ് പൊലിപ്പിച്ച് വിട്ടോണം. പൊലിപ്പിച്ച് ഞാൻ താഴ്ന്നു. ജഡ്ജിയുടെ അടുത്ത് സംഭവം തെളിവുകളാണ് ആവശ്യമുള്ളത് കേട്ടോ. അത് ഞാൻ വിടും. അപ്പോ ഈ കയ്യിൽ കയറി പിടിച്ചതിന് ശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? കൈ കയറി പിടിച്ചതിന് ശേഷം ശേഷം ഒരു ഉമ്മ അങ്ങോട്ട് കട്ട ഉമ്മ അങ്ങ് വെച്ച് കൊടുത്തു. ഒരു പെണ്ണിനെ കൈ കയറി പിടിച്ചതിന് ശേഷം എന്തായാലും ഒരു നൈസായിട്ട് ഇങ്ങനെ ഉമ്മ വെച്ചിട്ടുണ്ടോ? ഒരു ഉമ്മ കൊടുക്കും. അല്ലെങ്കിൽ താനാണല്ല. ഒരു ഉമ്മ വെച്ചു, ഒറ്റ ഉമ്മ. ഒറ്ററം വെച്ചു, ഒറ്റുമ്മ ഒരു ഉമ്മ വെച്ചത്. കൈ കയറി പിടിച്ചാളെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല, ഒരാണാണ് ഉമ്മ കൊടുക്കണമല്ലോ. കൊടുക്കണം. അതാണ് കൊടുത്തു. ഈ ഉമ്മ കൊടുത്തതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? ഉമ്മ കൊടുത്തതിന് ശേഷം എനിക്ക് ഇരുട്ടായി പോയി. കറണ്ട് പോയപ്പോ ഞാൻ കെട്ടിപ്പിടിച്ചു. താങ്കളുടെ മനസ്സിൽ എന്തോ ബുദ്ധിമുട്ട് അലത്തുന്നുണ്ട്. താങ്കൾക്കൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. എന്തൊക്കെ ഉള്ളിൽ അറ്റുന്നുണ്ട്. സത്യസന്ധമായ മറുപടി കോടതിയോട് പറയൂ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ ഇത് മാത്രല്ല വേറെ പീഡിപ്പിച്ചിട്ടുണ്ട്. വേറെ ഞാൻ പീഡിപ്പിച്ചൻ. എങ്ങനെ? 13 വർഷം എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു രഹസ്യമാണിത്. പറയൂ, അതെന്താണെന്ന് പറയൂ. ഞാൻ ഒരു ദിവസം ഒരു നല്ല മഴ, ഞാൻ വീടിന്റെ വാടക മേടിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്നു. പുള്ളിക്കാരത്തി മാത്രമേ ഉള്ളൂ. അകത്തട്ട് കയറി വരാൻ പറഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തെനിക്ക് തന്നത്. പിന്നെ ഞാൻ ആകെ മദ്യലഹരിയിലായിരുന്നു. കട്ടൻ ചായ കുടിച്ചിട്ട് മദ്യലഹരിയിലായി. ചില ചായ പിടിക്ക് കിക്ക് കൂടാ. കിക്ക് കൂടി ഞാൻ പിന്നെ അങ്ങോട്ട് ഉണർന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പീഡനം തുടർന്നിട്ട് 13 വർഷമായിട്ട് ഇതേ പീഡനം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ. അപ്പൊ ഓക്കെ, സമ്മതിച്ചല്ല. ഇതുപോലെ കോടതിയിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ?
അപ്പൊ ഓക്കെ നടക്കില്ല എങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ്? ഇത് വെറുതെ അങ്ങോട്ട് പറഞ്ഞ കോടതി വിശ്വസിക്കൂ. പിന്നെ തെളിവ് വേണം, സാഹചര്യ തെളിവുകൾ വേണം. തെളിവ് വേണം. തെളിവ് വേണം. തെളിവ് എങ്ങനെ ഉണ്ടാക്കും? തെളിവ് ഉണ്ടാക്കണത് എങ്ങനെ ഉണ്ടാക്കും? ഉണ്ടാക്കാൻ ഞാൻ വേണ്ടി കേട്ടോ. എന്താണ്? പിമ്പർ പ്രിഞ്ച് വെച്ചിട്ടുള്ള സാധനല്ലേ എന്ന് പിമ്പർ കുക്കുംബർ ഇത് അമേരിക്ക പുള്ളിക്കറിയാം സാറേ ഈ പിമ്പർ പ്രിഞ്ച് വെച്ചിട്ടുള്ള എന്താ പറയാ, ഞാൻ എന്റെ കേസ് കയറ്റാൻ മതി, ഞാൻ എന്ത് വേണം അതാ ഞാൻ പറഞ്ഞേ. പുള്ളിക്ക് ഫിംഗർ ചിപ്സ് വേണമെന്നോ? ഫിംഗർ ടിപ്സ് അത് മേടിച്ചു തരാം. അതല്ലാന്ന് പിന്നെ ഈ വിരലൊക്കെ തൊട്ടിട്ടുള്ള ഫിംഗർ പ്രിന്റ് അത് വേണം പ്ലീസ്. ഈ ഫിംഗർ പ്രിന്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അതെ, ഫിംഗർ പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ എരനെ വിളിക്കണം. അത് ഈ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിനെ നമ്മൾ എരയെന്നാ വിളിക്കണം. ഇപ്പൊ പീഡിപ്പിച്ച ആണിന് അവനെ എന്തൊക്കെ നാട്ടുകാർ വിളിക്കണം, എന്തൊക്കെ തള്ളക്കൊക്കെ വിളിക്കും. എന്റെ പൊന്നെ എന്ത് തെറിയാ വിളിക്കണം അറിയാവാ. അപ്പൊ എന്തായാലും എരനെ വിളിക്കും. 475 ബാർ 325 ബാർ കേസിലെ ഇര ഹാജരുണ്ടോ എന്ന് വിളിക്കാം. അവര് വരികയെന്ന് പോയി വിളിക്കും. അതെ പുള്ളി ഒരു കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ ഈ 455 355 ബാറൊന്നുമല്ല, കേരളത്തിൽ 2500 ബാർ ഇപ്പൊ തുറന്നു. ഇഷ്ടം പോലെ ആ ബാറുണ്ട്. ബാറിൽ ഇത് കോടതിയിലെ ബാറാണ്. കോടതിയിൽ ബാറുണ്ടോ? പിന്നെ വെറുതെ ആണ് വക്കീലും ജഡ്ജിയൊക്കെ വെറുതെ തോന്നിയാസം വിളിച്ചു പറഞ്ഞേ. ഇതാണ് എര. പുള്ളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കുറച്ച് ഫിംഗർ പ്രിന്റ് ഒന്ന് എടുക്കണം. ഫിംഗർ പ്രിന്റ് ജസ്റ്റ് മിനിറ്റ് ഒന്ന് ഫോട്ടോ തെളിവിന് തെളിവിന് വേണ്ടിട്ട് ഫോട്ടോസ് നമുക്ക് ആശ്രയിക്കുന്നു. ഒന്ന് നിന്ന് ഓക്കെ. ആ വികാരം എന്നാ? ഓക്കെ. ഇങ്ങനെ പിടിച്ച ലക്ഷങ്ങൾ മുടക്കിയ ഞാൻ ലക്ഷങ്ങൾ സാറേ. ഓക്കെ ഇത് മതി. ഓക്കെ. ഒരു 5 മിനിറ്റ് സമയം തരാണെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി വേണമെങ്കിൽ തരാം. സംഗതി പൊളിച്ചടിയാക്കണം. ഓക്കെ ഓക്കെ കിട്ടുന്ന തെളിവ് വിളിച്ചോളാം. ഓക്കെ എന്നാ തെളിവുകളായിട്ടുണ്ട്. തെളിവും കാര്യങ്ങളൊക്കെ ഓക്കെ. ഓക്കെ താങ്ക് യു. ഇതുപോലെ കോടതിയിൽ പ്രസന്റ് ചെയ്താൽ എന്റെ ഊരിത്തരും. ഞാൻ ഊരിത്തരും എന്ന് പറഞ്ഞാൽ ഊരി തന്നിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല. 10 ലക്ഷം രൂപ മേടിച്ചിരാം സാറേ. ഹലോ. അപ്പൊ ഓക്കെയാണ്, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അതായത് അവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കണം ഇരയ്ക്ക്, ഇയാൾക്ക് 10 ലക്ഷം രൂപ. ഞങ്ങൾ വെറുതെ വായിട്ടടിച്ചെന്ന് എന്തെങ്കിലും തന്നാ മേടിക്കും. എനിക്ക് സന്തോഷം, കാരണം എനിക്ക് കുഞ്ഞുമോളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും, അതായിരുന്നു എന്റെ സാറേ. ഞാൻ ഊരി തരാന്ന് പറഞ്ഞാൽ ഊരി തന്നെ. സന്തോഷമായി. ഞാൻ 10 ലക്ഷം രൂപ കൂടി പോയി. ഇല്ല സാറേ, ആവശ്യം എന്റെയാണ്, എനിക്കത് വിഷയമല്ല, ആവശ്യം എന്റെയാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ ഈ കൃത്യം നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്. അപ്പൊ പിന്നെ ഈ കാശ് എങ്ങനെ ഞാൻ തരും? ഞാൻ ഇപ്പൊ അമേരിക്കയിലാണല്ലോ, ഈ കാശ് ഞാൻ എങ്ങനെ തരും? ഇല്ല സാറ് വരാലോ. ഇല്ല, എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, എനിക്കങ്ങനെ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ കുറ്റക്കാരനല്ല. നിങ്ങളുടെ തെളിവുകൾ പ്രകാരം പുള്ളിയാണ് പീഡിപ്പിച്ചത്, ഞാനല്ല പീഡിപ്പിച്ചത്. പുള്ളി ഏറ്റതല്ലേ? അല്ലല്ല, ഞാനല്ല. തെളിവ് അങ്ങനെ കിടക്കില്ലേ, ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ. ഒന്നും ഇല്ലില്ല വിചാരിക്കല്ലേ. ആക്ച്വലി മുഴുവൻ പ്രാന്താണ് സാറിന് ഇവിടുന്ന് കിട്ടിയാളത്. ഇനിയിപ്പോ എന്ത് തീരെ വന്ന പ്രശ്നം കൂട്ടാ. അല്ല ഇയാള് കാശൊന്നുമില്ലല്ലോ. കാശിനോട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കാതെ ഞാനിപ്പോ ആകെ വിഷയമായിട്ടിരിക്കട്ടോ. കാര്യങ്ങൾ എന്തായി? സംഭവം പൊളിഞ്ഞ് അയാള് മുഴുവൻ ഭ്രാന്തരായിരുന്നു. അയാൾ കാശൊന്നും തന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് കാശൊന്നും കിടത്തില്ലേ? ഇവനെ ഏറ്റിട്ടുണ്ട് കുറ്റം. കാശ് പുള്ളി 10 ലക്ഷം രൂപ നീ കൂടി. ഞാൻ ഊരി തരാം. എന്റെ കയ്യിൽ പൈസ ഇല്ല. അതൊന്നും പറഞ്ഞ കാര്യമില്ല. കാശ് 10 ലക്ഷം. വേറെ ചെറിയൊരു ബിസിനസ് ഡീൽ. ഇല്ല. അതൊന്നുമില്ല. ഇയാൾ ഈ പാർലറിൽ വന്നപ്പോ ഈ മാഡത്തിനെ പീഡിപ്പിക്കും. അല്ല ഇത് ഇതൊന്നും ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞോണ്ടാണ് പീഡിപ്പിക്കുന്നത്? അല്ല അറിഞ്ഞില്ല. പക്ഷെ 10 ലക്ഷം രൂപ പുള്ളി. അല്ല അതിപ്പോ കേസായി, കോംപ്രമൈസ് ആയിട്ടുണ്ട്. പുള്ളി 10 ലക്ഷം തന്നാ ഇത് തീരും. പീഡനങ്ങളെല്ലാം അതിനെ 10 ലക്ഷം അന്നേരം കോംപ്രമൈസ് ആക്കും. ഞാനൊരു കാര്യം പറയാം, എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. പൈസ ഇല്ല. അവൻ പീഡിപ്പിച്ച പീഡനം തിരിച്ചെടുക്കട്ടെ. അത് പറ്റിയല്ലേ? ശരിയാത്തില്ല. എല്ലാവരും ഞാൻ കാര്യം പറയാം. ഞാൻ പീഡിപ്പിച്ച ഈ പെൺകുട്ടി ചേച്ചിയില്ലേ, ഈ ചേച്ചിനെ ഞാൻ കല്യാണം കഴിച്ചോളാം. അയ്യോ അല്ല അല്ല എനിക്ക് ജീവിതം വെച്ചിട്ട് ഞാൻ ഞാൻ പൊന്നു പോലെ ചേച്ചിനെ നോക്കി. ഇത് ജീവിതം വേണ്ട. കേസില്ല, വക്കീല് പോയിക്കോ. കൈ കൊണ്ടത് കേസില്ല, എനിക്ക് കേസൊന്നുമില്ല. അല്ല എനിക്ക് കേസില്ല, വക്കീല് പോയിക്കോ. എനിക്കെന്നാ മാനദർശനത്തിന് എനിക്ക് പൈസ കിട്ടണം. അത് ശരിയാണ്. എന്നെ ഇത്ര നേരം തല്ലി കൂട്ടിയിട്ട് ഇപ്പൊ എനിക്ക് ഒറ്റ പൈസ കൊണ്ട് പോകാനാ. എനിക്കൊരു 25,000 രൂപ നഷ്ടപരിഹാരം കിട്ടണം. എത്ര? 25,000 രൂപ ഫൈൻ. 25,000 രൂപ കൂട്ടി ചോദിച്ചാൽ തരുമോ? 2 ലക്ഷം പോകും. 25 തീർക്കാം. എടാ
നിന്റെ കോഞ്ഞ ബുദ്ധിയിൽ വെച്ച് വൃത്തിയിട്ട പരിപാടിയാണ് ഇത് അത്രയും പാളിപ്പോയത്. കടം ഒതുക്കാൻ വേണ്ടി 10 പൈസ കിട്ടുന്ന ചെക്ക് ബുക്ക് ഉള്ളതും കൂടെ ഇപ്പൊ പോയപ്പോ സമാധാനമല്ലോ. ചെക്ക് ബുക്ക് എടുത്ത് കൊടുക്കും. എന്താണ് അവിടെ നിന്ന് പറയുന്നത്? കാര്യം ഞങ്ങളോട് പറ. അല്ല ഇത് ഇപ്പൊ 25,000 രൂപ കൊടുത്താൽ തീരുന്ന കേസല്ലേ ഉള്ളൂ. എന്റെ വക്കീൽ ഫീസ്. എന്റെ രമ ചെക്ക് കൊടുക്കും. ചെക്കിനെ കുറിച്ചൊക്കെ അറിയാവുന്നതിന്റെ ചെക്ക് കൊടുത്തു വിടണ്ടേ? ഓക്കെ. 25,000 ഇതില് 15,000 രൂപ എന്റെ വാടകയാണ് കേട്ടോ. 15,000 രൂപ എന്റെ വാടക കാശാണ്. ഇതോടെ ഒറ്റ വീക്കാനാണല്ലോ. ഞാൻ ഊരി തരാന്ന് പറഞ്ഞില്ലേ, നിനക്ക് കേസ് ആക്കായിരുന്നില്ലേ? അപ്പൊ തൊട്ട് പറഞ്ഞാ നീ ഊരിത്തരാന്ന്. നീ എന്ത് ഊരിനായാണ് നീ പറഞ്ഞ? ഈ കേസ് കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ കോട്ട് ഊരി തരാന്നാ പറഞ്ഞത്. എന്നിട്ട് വല്ല കൂലിപ്പണിക്ക് പോകും ഞാൻ. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? വീട്ടിലേക്ക് അങ്ങനെ കേറാണ്ടല്ലോ. വാടക തരൂല്ല അവൻ. എന്തൊരു കഷ്ടമാണ്. പച്ചപ്പല്ലേ ആൾക്കാരൊക്കെ ഈ കാലത്ത് എങ്ങനെ ജീവിക്കും? അല്ല ജനി, ഞാനൊരു സംശയം ചോദിക്കട്ടെ, ജനി ഇന്ന് ആരെയാ കണി കണ്ടത്? ഈ മോന്തയാണ് ഞാൻ ഇന്ന് കണി കണ്ടത്. വെറുതെ അല്ല, പണികൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ധനനഷ്ടം, മാനഹാനി, പീഡനം. ആ പിന്നെ ദേ, ഇവനെ പറഞ്ഞു വിടാൻ നോക്കി സാർ. അയ്യോ ഇല്ല ഇല്ലല്ലോ. കഴിഞ്ഞ കഴിഞ്ഞു എല്ലാവരുടെ ഗസ്റ്റ് വരാനുള്ള സമയമായി. ഇന്നത്തെ ഗസ്റ്റ് ആരാന്നറിയോ? ആരാന്ന് പറഞ്ഞു ചോദിക്കാൻ വരുമായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആരാന്ന് ചോദിച്ചോണ്ടിരിക്കും. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് അപർണ ബാലമുരളി. അപർണ ബാലമുരളി. നമസ്കാരം. ഹലോ. നമസ്കാരം. ഹലോ. ഞങ്ങളുടെ മോളിലേക്ക് സ്വാഗതം. സ്വാഗതം. അവിടെ ഒരാളും കൂടെ ഉണ്ടല്ലോ. വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനി അള്ളു രാമേന്ദ്രൻ വരുന്നുണ്ട്, ചാക്കോച്ചൻ്റെ. അല്ലെ ചാക്കോച്ചൻ, കിച്ചു ചേട്ടൻ, ചാന്ദിനി, ഞാൻ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുടെ ഒരു മൂവിയാണ് ബിലഹരി ഡയറക്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ജിത്തു ജോസഫ് സാറിന്റെ സിനിമയില് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി. കാളിദാസ് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ലൈക് സിനിമയിലേക്ക് വരവും ആ ഒരു ടേക്ക് ഓഫും? ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവരോട് ചോദിച്ചാൽ അറിയുന്നു. ഇവരെന്നെ ഏറ്റവും ചെറുപ്പം തൊട്ടിട്ട് കണ്ടിട്ടുള്ള ഈ സെറ്റിലെ രണ്ടുപേരും അവർ രണ്ടുപേരും എക്സ്പെക്ട് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ ഭാഗ്യത്തിന് എന്തോ ഒരു ഇതിന് വരാൻ പറ്റി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്. അത് മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞിട്ടാണ് വലിയൊരു ടേക്ക് ഓഫ് ഉണ്ടായത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെയാണ് വന്നത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ആക്ച്വലി ഒരു സംഗീതപരമായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന മ്യൂസിക്കൽ ഫാമിലിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പന്റെ അച്ഛൻ ബാലമുരളി സാറ് നല്ലൊരു മ്യൂസീഷ്യനാണ്, വലിയൊരു മ്യൂസീഷ്യനാണ്. അദ്ദേഹം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫിലിംസിന് റെക്കോർഡിംഗ് അങ്ങനെ ഒരു വിശേഷം ഞങ്ങൾ കേട്ടു. അപ്പൊ അതും കൂടി പറഞ്ഞു, എന്തായാലും നമ്മുടെ പ്രേക്ഷകരും കൂടി അറിയട്ടെ. രക്തസാക്ഷ്യം എന്ന് പറഞ്ഞൊരു മൂവിയിൽ അച്ഛൻ റീ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ VKP സാറിന്റെ കന്നഡ മൂവിയിലൊരു റീ റെക്കോർഡിംഗും പാട്ടും ചെയ്തിരുന്നു. നമുക്ക് എന്തായാലും അപ്പനെ കൊണ്ട് ഇപ്പൊ ഒരു 2 വരി പാടിക്കുന്നത് വളരെ അത്യുത്തമമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യമാണ്. ആകാശവും മേഘവും സഖി നാമെന്ന പോൽ ചേർന്നിതാ പാടുന്നു ഞാൻ മൗനമായി സഖി നീ കേൾക്കുവാൻ മാത്രമായി മായുന്നു രാവും താരങ്ങളും കൺമുന്നിലെന്നും നീ മാത്രമായി ഒരേ നിലാ ഒരേ വെയിൽ ഒന്നായി
ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞില്ല കക്ഷി ഇവിടെ ഉണ്ടാവും. ഓക്കെ 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 ഇതാരാ ജെനി? നമസ്കാരം. 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 ഞങ്ങള് ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ ആണ് ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇന്ന് 29/8/2018. 29 വെൽക്കം. ഡേറ്റ് ചോദിച്ചിട്ടില്ലേ? ഞങ്ങൾ ആ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വന്നതല്ല. പിന്നെ ഏത് ഡേറ്റാ? പടത്തിന്. ഓ സോറി 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 പറഞ്ഞേ കാണാൻ വന്നാണോ നിങ്ങള്? കോൾ ഷീറ്റിന്റെ കാര്യം സംസാരിക്കാം. എന്നാ അങ്ങനെ പറ. ആ ഷീറ്റിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഇത് ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്. ഞങ്ങൾ പുതിയ പടം ചെയ്യുന്നു. പ്രൊഡ്യൂസർ മാത്രമല്ല ഞാനാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. മണിമല മാമച്ചൻ. ഇഷ്ടംപോലെ മണിയാ. ഓ ആ മണി എന്ന് പറഞ്ഞാ ഭയങ്കര മണിയാ. എന്റെ വീട്ടിലെ പേര് മണിക്കുട്ടനല്ലേ. ഞാനാണ് അതിന്റെ ഡയറക്ടർ മനോഹരൻ. മനോഹരൻ. അപ്പൊ നമ്മള് ഒരു പ്രൊജക്ട് ചെയ്യുന്നു. അതില് അപർണയുടെ ഡേറ്റ് വേണം. നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റ് ആണ്. അതെ, അപ്പൊ ഇതിന്റെ ഇടയിൽ വന്നിട്ടല്ലല്ലോ നിങ്ങൾ ഡേറ്റ് ഒക്കെ സംസാരിക്കേണ്ട. അത് വേറെ പേഴ്സൺ. അല്ല, നിങ്ങൾ ഇതിൽ അഭിനയിക്കുന്ന ആരാണ്, ആരുടെ പടമാണെന്നൊക്കെ കേൾക്കുമ്പോ ചിലപ്പോ എന്റെ കുട്ടി നിങ്ങളെ ഇടിച്ച് താക്കുന്നതാണ് ഇവര്. എന്തൊക്കെയാണ് അതെ അത്ര ഇതാണ് നിങ്ങൾ പറ. ആരാ ആരാ നായകനാരാ? ലാലേട്ടൻ. ലാലേട്ടന്റെ പടത്തിൽ അഭിനയിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ലാലേട്ടന്റെ പടത്തിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾ പറഞ്ഞോളൂ. ലാലേട്ടൻ ഞങ്ങളുടെ ഈ കഥ കേട്ടപ്പോ തന്നെ മലന്നടിച്ചങ്ങ് വീഴുവായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? അയ്യോ അതല്ല പറഞ്ഞത്. കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് മലന്നടിച്ചങ്ങ് വീഴുകയായിരുന്നു. അതെ, ഇദ്ദേഹമാണ് ഡയറക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് കിടന്നങ്ങ് മെഴുകുക. അല്ല കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇതിന് പേര് നമ്മൾ സ്ഫടികത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. അത് ശരി. അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോഴത്തെ സിനിമയുടെ പേര് കുപ്പിച്ചില്ലോ. അതെന്ത്? സ്ഫടികത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. പിന്നെ വേറൊരു ഇതിനൊരു ഭയങ്കര ഒരു ടെസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമുക്ക് ഈ സമൂഹത്തിന് വിരുദ്ധമായ ഒരു കാര്യങ്ങൾ ഇതിനകത്തില്ല. കാരണം സ്ഫടിക സിനിമയിൽ ആ ലോറിക്കകത്ത് കയറ്റി ആ കൊച്ചിനെ കള്ളു കൊടുക്കുന്ന അതൊക്കെ എന്ത് മോശമാണത്. ഈ സിനിമയിൽ അതിന് പകരം നമ്മള് ലോറിക്കകത്തിരുന്ന് ലാലേട്ടൻ കഞ്ചാവ് കൊടുക്കുന്നു. കൂട്ടയിട്ട് കത്തിച്ചേച്ച ആവി പിടിച്ചേച്ച കയറ്റി വിടും. പനിയുണ്ടെ മാർഗം ചെയ്യും. അതെ അതെ, ആവി പിടിക്കുന്നത് നല്ലതാണ്. പെർഫോമൻസ് ഓറിയന്റഡ് റോൾ ആണല്ലേ. മനസ്സിലായി മനസ്സിലായി. ലാലു എവിടെ? ലാലിനെ കണ്ടില്ലേ? ലാലു അവൻ അവിടെ നിന്ന് ലോട്ടറി ടിക്കറ്റിന്റെ റിസൾട്ട് നോക്കണം. ചെറിയൊരു ഓഡിഷൻ നടത്തണമല്ലോ. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഡേറ്റ് ചോദിക്കാൻ ലാലേട്ടൻ നേരിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു പോയി. കുളിക്കും പരൽമീൻ കണ്ണുള്ള പെണ്ണേ കറുമ്പി വിളിക്കുന്നു മാറത്ത് മാമ്പുള്ളി ചുണങ്ങ് പുള്ളിച്ചുണങ്ങ്. മുട്ടനാടിന്റെ ചന്തിയിലെ ചോര കുടിക്കും. അതാണ് ജീവൻ. ഇതാണോ മോഹൻലാൽ? മോഹൻലാൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ലാലെന്നല്ലേ പറഞ്ഞു. സീനിയർ ലാലേട്ടൻ. അതായത് ജൂനിയർ മോഹൻലാൽ, ഞാനാണ് സീനിയർ. അതാണ് എന്നെ സീനിയർ ലാലേട്ടൻ. വിക്കുണ്ട്. എന്നിട്ടാണ് കുഴപ്പമില്ല. വിക്കുണ്ടെങ്കിൽ പാട്ട് പാടും. ടപ്പിങ് ഞാൻ പിടിക്കും. ടാപ്പിംഗ് പിടിച്ചോളൂ. റബ്ബർ വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു ഒരു ഡയലോഗ് ഒന്ന് ഓഡിഷൻ? ഈ കൊച്ചിനെ ഓഡിഷൻ ചെയ്യണം. ഇത് പഠിക്കാൻ സ്ക്രിപ്റ്റ് എടുക്കാതാണോ? ഒരു കാര്യം ചെയ്യാം. ആ സ്ക്രിപ്റ്റ് ആദ്യം കൊച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിന് ഓക്കെ ആണോ എന്ന് ആദ്യം ചോദിക്കും. ചേട്ടാ അതുപോലെ ഇപ്പൊ ഇവിടെ ഓഡീഷൻ ഒന്നും അത് പ്രത്യേകിച്ച് അപ്പോനും ഒന്നും ഓഡീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തോ ഒരു ഹിറ്റ് സിനിമയിൽ അഭിനയിച്ച കൊച്ചായത്. പിന്നെ എന്തിനാ ഈ ഓഡീഷൻ ഒക്കെ? ഇതെന്താ ഇത്? അതാണോ സ്ക്രിപ്റ്റ്? ഇത് മറ്റേ പേപ്പറിൽ പകർത്തിയായിരുന്നു. ഇല്ല അത് തന്നെ, അത് ഒറിജിനൽ. ഇതാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതന്നെ തുണ്ടുകടലാസോ? അപ്പൊ ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. തിരക്കഥാകൃത്തല്ലേ, പറഞ്ഞു കൊടുക്കൂ. അപ്പൊ ഇങ്ങോട്ട് കയറി നിൽക്കൂ. ആ ഡയലോഗ് മറ്റൊന്നുമല്ല. ലാലു ലാലു ശ്രദ്ധിച്ചോണം കേട്ടോ. ഡയലോഗ് മറ്റൊന്നുമല്ല. പേടിയുണ്ടോ എന്റെ അഭിനയിക്കാൻ? ഡയലോഗ് ഇതാണ്. വെടിവെച്ചാ പൊട്ടാത്ത പാറയെ നീ പിടിച്ചു കുലുക്കിയത്, അതിന് പകരം നിനക്ക് എന്താണ് വേണ്ടത്? വെടിവെച്ചാ പൊട്ടാത്ത പാറയാണ് നീ പിടിച്ചു കുടിക്കിയത്, പകരം നിനക്ക് എന്ത് വേണം? അതെ, ഈ സമയം കരഞ്ഞുകൊണ്ട് ആ മേനക ചോദിക്കുകയാണ്, എനിക്ക് ആവശ്യമില്ലേ ഉർവശിയൊക്കെ മറ്റേ സിനിമയ്ക്ക് ചോദിക്കാണ്, ആശാന്റെ മുഖത്തിരിക്കുന്ന കറുത്ത കണ്ണെടുക്ക് എനിക്ക് തരുമോ?
ഒന്ന് ചോദിക്കും പെട്ടെന്നാട്ടെ. ആശാന്റെ മുഖത്തിരിക്കുന്ന കറുത്ത കണ്ട എനിക്ക് തരുമോ? അത് ഇങ്ങനെ ചോദിക്കണ്ട അപ്പു, അത് അപ്പുന്റെ സ്റ്റൈലിൽ ചോദിച്ചാൽ മതി. ആശാന്റെ മുഖത്തെ കറുത്ത അതെന്നാ പരിപാടി? ഞാൻ പിന്നെ കാശ് മുടക്കുന്ന ചുമ്മാതാണ്. എനിക്ക് ഒറ്റ വിളി കേൾക്കണം, അങ്ങനെ ചോദിക്കണം. എനിക്ക് ആ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണെടുത്ത് തരുമോ? അങ്ങനെ ചോദിക്കണം. എനിക്ക് ആ മുഖത്തിരിക്കുന്ന കറുത്ത കണ്ണാടി തരാമോ? തരൂല തരൂല തരൂല. കണ്ണാടി കൊടുക്കണം. ഫിഗർ പോവും. കണ്ണാടി കൊടുക്കും. ഒരു കാര്യം ചെയ്യും. അതെ അതെ അതെ, നിങ്ങൾ ഇതൊന്നും മതിയാക്കോ. ഒത്തിരി അവാർഡൊക്കെ മേടിച്ച കൊച്ചാണ്, അതിനെ കൊണ്ട് ഓഡിഷൻ ചെയ്യേണ്ട കാര്യം. ഞങ്ങൾക്കൊക്കെ അവാർഡ് കിട്ടാൻ വേണ്ടിയാണ് ഇതും കൊണ്ട് നടക്കണം. നിങ്ങൾ ഇത് മര്യാദക്ക് ഒരു വേറെ കാര്യമുണ്ട്. ഈ കുട്ടി ഓർക്കണുണ്ടോ, ഉടുപ്പി ലോഡ്ജിൽ നമ്മൾ ഇതിന്റെ ഓഡിയേഷൻ വെച്ചില്ലേ? ഞാൻ മൂട്ട കടിച്ച കാല് നീര് വെച്ചിരുന്ന സമയത്ത് ആ സമയത്ത് സിൽക്ക് സ്മിതയുടെ വേഷം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ ഈ കുട്ടി? ആണാണ്. ഉടുപ്പി ലോഡ്ജിൽ വന്നിരുന്നു സിൽക്ക് സ്മിതയുടെ വേഷം ചെയ്യാൻ. ഇല്ല ചേട്ടാ, ഞാൻ ഇട്ടേക്കുന്ന ബ്ലൗസ് മാത്രമേ അങ്ങനെയുള്ളൂ, അല്ല ഞാൻ അതല്ല. ഒരു പാട്ട് സീനും ചെയ്ത് നോക്കിയാൽ സിൽക്ക് സ്മിതയുടെ എല്ലാം സെലക്ട് ചെയ്തിരിക്കും. ആ പാട്ടൊന്ന് പ്ലേ മൊബൈലുണ്ട്. ചിലപ്പോ ഇതൊരു ബ്രേക്ക് ആയാലോ. അച്ഛൻ കുളിക്കും പരൽമീൻ കണ്ണുള്ള പെണ്ണേ കാക്കക്കറുമ്പി മാടി വിളിക്കും മാറത്തെ മാമ്പുള്ളിച്ചുണങ്ങ് പുള്ളിച്ചുണങ്ങ് കൊഞ്ചടി 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 കൊഞ്ചടി. ഹലോ, നിങ്ങൾ ഇതാണ് ഓഡിഷൻ എന്ന് പറഞ്ഞേ. ഓടാ ഓടാ ഓടാ. പേരാണ് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ചന്തിക്കടിക്കുന്ന പെൺപിള്ളേരെ. അയ്യേ, ഇതിനു വേണ്ടി വരുന്ന കുറെ ആൾക്കാരുണ്ട്, എന്താണെന്ന് അറിയില്ല. സോ സോറി. പക്ഷെ ഇത് കാരണം ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കരുത്. ഞങ്ങൾ ഇനിയും വിളിക്കും. ഞങ്ങളുടെ കൂടെ ഇനിയും ഇതുപോലെ ഒത്തിരി രസകരമായ മുഹൂർത്തങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ഇനിയും വരണം. ഇപ്പോ വന്ന് ഞങ്ങളുടെ കൂടെ ഇതൊക്കെ സഹിച്ചുവിടെ നിന്നതിന് ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒപ്പം തന്നെ എല്ലാ ഫ്യൂച്ചർ പ്രോജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.